അപ്പസ്തോലന്മാരായ വിശുദ്ധ പൗലോസിന്റെയും വിശുദ്ധ അന്ത്രയോസിന്റെയും കാൽപ്പാടുകൾ പതിഞ്ഞ സൈപ്രസിലേക്കും ഗ്രീസിലേക്കുമായിരുന്നു ഇത്തവണ തന്റെ 35ാമത് ഇടയ സന്ദർശനത്തിനായി ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുത്തത്. വിശ്വാസത്തിലൂന്നിയ സാന്ത്വന സൗഹൃദ സന്ദേശങ്ങൾ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ പ്രഘോഷിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. പ്രകൃതി നേടിയ അതിപുരാതന നഗരങ്ങളും വിവിധ സഭകളുടെ സുദൃഢമായ പാരമ്പര്യങ്ങളും സംഗമിക്കുന്ന ഇരു രാജ്യങ്ങളിലേക്കുമായി 2021 ഡിസംബർ 2 മുതൽ 6 വരെ ആയിരുന്നു പാപ്പയുടെ അപ്പസ്തോലിക യാത്ര. ലോകശ്രദ്ധ ക്ഷണിച്ച് ഫ്രാൻസിസ് പാപ്പ നടത്തിയ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ സുപ്രധാന ഏടുകളിലേക്ക് പ്രവേശിക്കുന്ന പുകഴ്പെറ്റ നാടുകളിൽ പാപ്പ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് മെഡിറ്ററേനിയൻ രാജ്യങ്ങളായ സൈപ്രസിലേക്കും ഗ്രീസിലേക്കുമുള്ള പാപ്പയുടെ 35ാം അപ്പസ്തോലിക സന്ദർശനം 5 ദിവസം നീളുന്ന യാത്രയായിരുന്നു. സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിവാര പൊതുദർശനത്തിൽ വിശ്വാസികളോട് പ്രാർത്ഥന അഭ്യർത്ഥിച്ച ഫ്രാൻസിസ് പാപ്പ കോവിഡ്-19 മഹാമാരി ആരംഭിച്ചതിനു ശേഷം നടത്തുന്ന 3ാമത്തെ അപ്പസ്തോലിക യാത്രയാണ് ഇത്. 2021 മാർച്ചിൽ ഇറാഖിലേക്കും സെപ്റ്റംബറിൽ ഹംഗറിയിലേക്കും സ്ലോവാക്യയിലേക്കുമായിരുന്നു പാപ്പയുടെ മുൻ യാത്രകൾ. അതിനാൽ തന്നെ കോവിഡ്-19 മഹാമാരി ആരംഭിച്ചതിനു ശേഷം പാപ്പ നടത്തുന്ന 3ാമത്തെ അപ്പസ്തോലിക യാത്രയുമാണിത്. 2010 ബെനഡിക്ട് 16 പാപ്പ മെഡിറ്ററേനിയൻ ദ്വീപിലേക്ക് നടത്തിയ യാത്രയ്ക്ക് ശേഷം സൈപ്രസ് സന്ദർശിക്കുന്ന 2ാമത്തെ പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. 2016 ഗ്രീസിലെ ലെസ്ബോസ് ദ്വീപിലെ അഭയാർത്ഥി ക്യാമ്പിൽ പാപ്പ സന്ദർശനം നടത്തിയിരുന്നു. ജൂലൈയിൽ വൻകുടലിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ 84-കാരനായ ഫ്രാൻസിസ് പാപ്പ തെല്ലും ഊർജ്ജസ്വലത കൈവിടാതെയാണ് യാത്രയ്ക്ക് തയ്യാറെടുത്തത്. ചരിത്രത്തിലും ആത്മീയതയിലും സമ്പന്നമായ സൈപ്രസ്, ഗ്രീസ് രാജ്യങ്ങളിലൂടെയുള്ള തന്റെ യാത്ര ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സാഹോദര്യം കൈവരാൻ നിദാനമാകട്ടെ എന്ന് പ്രതിവാര പൊതുദർശനത്തിൽ പറഞ്ഞ പാപ്പ വിശ്വാസികളുടെ പ്രാർത്ഥന തനിക്കൊപ്പം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. സൈപ്രസ്, ഗ്രീസ് യാത്രയുടെ ലോഗോകളിൽ പ്രതിഫലിപ്പിക്കുന്നതുപോലെ ഫ്രാൻസിസ് പാപ്പ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും തുറവിയുടെയും തീർത്ഥയാത്രയായിട്ടാണ് ഈ 2 രാജ്യങ്ങളും സന്ദർശിച്ചത്. സൈപ്രസിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ ലോഗോയിൽ ഇടതുവശത്തായി സൈപ്രസ് ദ്വീപിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ബർണബാസിലേക്ക് നോക്കുന്ന ഫ്രാൻസിസ് പാപ്പയെ കാണാനാവും. വലതുവശത്ത് ഗോതമ്പ് കതിരും അതിൽ കെട്ടിയിരിക്കുന്ന ഒലിവുശാഖയും സമാധാനത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളങ്ങളാണ്. എന്നാൽ ഗ്രീസിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ ലോഗോയിൽ ലോകത്തിന്റെ പ്രക്ഷുബ്ധ സാഗരത്തിലൂടെ കടന്നുപോകുന്ന ഒരു കപ്പലായി സഭയെ പ്രതിനിധീകരിക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ കുരിശ് പായ്മരമായും പരിശുദ്ധാത്മാവിന്റെ കാറ്റിനാൽ അതിന്റെ പായകളെ വിടർത്തുന്നതായുമാണ് ഗ്രീസ് അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ലോഗോ ചിത്രീകരണം. പേരും പെരുമയും നിറഞ്ഞ സൈപ്രസിന്റെ മണ്ണിൽ ആദ്യം തന്റെ മഹനീയ സാന്നിധ്യം അറിയിച്ച ഫ്രാൻസിസ് പാപ്പയെ സ്വീകരിക്കാൻ രാഷ്ട്രീയ സഭാ നേതൃത്വം ഒന്നായി അണിചേരുകയായിരുന്നു. ജനപ്രതിനിധി സഭയുടെ പ്രസിഡന്റ് അനിറ്റ ഡിമിട്രിയോ തുടങ്ങിയ നിരവധി പ്രമുഖരാണ് പാപ്പയെ സ്വീകരിക്കുവാനായി സൈപ്രസ് ലാർക്കാന വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. സൈപ്രസ്, ഗ്രീസ് രാജ്യങ്ങളിലേക്കുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനത്തെ പരിശുദ്ധ ദൈവമാതാവിന്റെ സംരക്ഷണത്തിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് റോമിലെ മേരി മേജർ ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ പ്രത്യേക പ്രാർത്ഥന നടത്തിയ ശേഷമാണ് യാത്ര ആരംഭിച്ചത്. റോമിലെ ഫ്യുമിസിനോ വിമാനത്താവളത്തിൽ നിന്നും രാവിലെ 11:05 ഫ്രാൻസിസ് പാപ്പ തന്റെ 35ാമത് അന്താരാഷ്ട്ര അപ്പസ്തോലിക സന്ദർശനത്തിന് പുറപ്പെട്ടത്. യാത്രയ്ക്കായി പാപ്പ ഇക്കുറി ITA എയർവേസ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ഉച്ചയ്ക്ക് 1:57 ലാർനാക്ക വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പാപ്പയെ വരവേൽക്കാൻ രാഷ്ട്രീയ സഭാ നേതൃത്വവും
ഗാനാരാവങ്ങളുമായി കുട്ടികളുടെ ഗായക സംഘവും സജ്ജരായിരുന്നു. ജനപ്രതിനിധി സഭയുടെ പ്രസിഡന്റ് അനിറ്റ ഡിമെട്രിയോയും സ്വീകരിക്കുവാനായി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. വിമാനയാത്രയിൽ തനിക്കൊപ്പമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് അവരുടെ സാന്നിധ്യത്തെ പ്രതി നന്ദി പറഞ്ഞ പാപ്പ തന്റെ യാത്ര മുറിവുകൾ ഉണക്കാൻ പര്യാപ്തമാകട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ലാർണക്ക വിമാനത്താവളത്തിലെ ഗംഭീര സ്വീകരണത്തിന് ശേഷം തലസ്ഥാന നഗരമായ നിക്കോസിയയിലെ ആ ലേഡി ഓഫ് ഗ്രേസ് മാരോനൈറ്റ് കത്തീഡ്രലിൽ പാപ്പ സന്ദർശനം നടത്തി. വിശ്വാസത്തിൽ പരസ്പരം ആശ്വസിപ്പിക്കാം എന്നതാണ് പാപ്പയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ ആപ്തവാക്യം. ആകെ ജനസംഖ്യയിൽ 80% ഓർത്തഡോക്സ് ക്രൈസ്തവരും 3% താഴെ കത്തോലിക്ക ക്രൈസ്തവരുമുള്ള സൈപ്രസിൽ പാപ്പയുടെ സന്ദർശനം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്താനുള്ള മുഖ്യ കണ്ണിയായി മാറുകയായിരുന്നു. സ്ഥിതിഭേദങ്ങളെ സഹനശക്തിയോടെ സുവിശേഷ വെളിച്ചത്തിൽ വിവേചിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നവരാകണം സൈപ്രസ് സഭയെന്ന് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം നൽകി. സൈപ്രസിലെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ആദ്യ ഔദ്യോഗിക സദസ്സിനെ നിക്കോസിയയിലെ മാരോനൈറ്റ് കത്തീഡ്രലിൽ വെച്ച് അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. സൈപ്രസ് സഭാ നേതൃത്വമായും രാഷ്ട്രീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചകളായിരുന്നു പേപ്പൽ സന്ദർശനത്തിന്റെ 1ാം ദിനത്തിലെ മുഖ്യ കാര്യപരിപാടികൾ. സൈപ്രസ് തലസ്ഥാനമായ നിക്കോസിയയിലെ അവർ ലേഡി ഓഫ് ഗ്രേസ് മാരോനൈറ്റ് കത്തീഡ്രലിലായിരുന്നു പാപ്പയുടെ സൈപ്രസിലെ ആദ്യ ഔദ്യോഗിക പൊതു കൂടിക്കാഴ്ച നടന്നത്. കത്തീഡ്രലിലെത്തിയ പാപ്പ പാത്രിയാർക്കീസുമാർ, ബിഷപ്പുമാർ, വൈദികർ, സന്യാസിമാർ, മതബോധന അധ്യാപകർ എന്നിവരടങ്ങുന്ന വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തു. സൈപ്രസിലെ നിലവിലുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ആവശ്യമായത് മാറ്റങ്ങളെ വിവേകത്തോടെ വിലയിരുത്തുകയും ക്ഷമാപൂർവമായ ശാന്തതയോടെ അവയെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന സഭയെ ആണെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. സൈപ്രസിലെ ആകെ ജനസംഖ്യയുടെ 3% താഴെയുള്ള ലത്തീൻ, മരോനൈറ്റ്, അർമേനിയൻ കത്തോലിക്കർ തങ്ങളുടെ വൈവിധ്യങ്ങളുടെ സമ്പന്നതയിൽ ആർജവത്വത്തോടെയും ഒത്തൊരുമയോടെയും നിലനിൽക്കണമെന്ന് പാപ്പ അനുസ്മരിപ്പിച്ചു. സൈപ്രസിന്റെ മധ്യസ്ഥ വിശുദ്ധനായ ബാർണബാസിനെ പോലെ വിവേകപൂർണമായ ഹൃദയത്തുറവിയോടെ വ്യത്യസ്ത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സന്ദർശനത്തിന് ശേഷം ദൈവമാതാവിനോടുള്ള പരമ്പരാഗത അറബിക് ഗാനാലാപത്തിൽ പാപ്പ അതീവ താൽപര്യപൂർവ്വം പങ്കുചേർന്നു. മാരോനൈറ്റ് പാരമ്പര്യപ്രകാരം ദൈവമാതാവിന്റെ ചിത്രം കൊണ്ട് പാപ്പ ഏവരെയും ആശീർവദിക്കുകയും ചെയ്തു. സഭാ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിക്കോസിയയിലെ പ്രസിഡൻഷ്യൽ പാലസിലേക്ക് പാപ്പ യാത്ര തിരിച്ചു. പ്രസിഡൻഷ്യൽ പാലസിൽ പാപ്പയ്ക്ക് പ്രസിഡന്റ് നിക്കോസ് അനസ്താസിയേദസും മറ്റ് രാഷ്ട്രീയ പ്രമുഖരും ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത്. സൈപ്രസിന്റെ സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള മ്യൂസിക് ബാൻഡിന്റെ പ്രകടനങ്ങളും പാപ്പയ്ക്ക് ഹൃദ്യമായ സ്വാഗതം നേരുന്നവയായിരുന്നു. സൈപ്രസിന്റെ ആദ്യ പ്രസിഡന്റും ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പുമായിരുന്ന മക്കാരിയോസ് മൂന്നാമന്റെ പ്രതിമയ്ക്ക് മുൻപിൽ മൗനപ്രണാമം നടത്തിയ ശേഷം പാപ്പ പ്രസിഡന്റുമായി 30 മിനിറ്റ് നേരം സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. സൈപ്രസിന്റെ സാംസ്കാരിക വൈവിധ്യവും അഭയാർത്ഥികളോടുള്ള സ്വാഗത മനോഭാവവും ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും മുഖ്യ ചർച്ചാ വിഷയമായി. വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശന സ്മാരകമായി ഇറക്കിയ സ്റ്റാമ്പുകളും പ്രസിഡന്റ് പാപ്പയ്ക്ക് സമ്മാനിച്ചു. വിശുദ്ധ പൗലോസിന്റെയും ബർണബാസിന്റെയും ചിത്രങ്ങൾ പതിപ്പിച്ച മെഡലായിരുന്നു ഫ്രാൻസിസ് പാപ്പ തിരികെ സമ്മാനിച്ചത്.
രാഷ്ട്രീയ സഭാ നേതൃനിരയുമായുള്ള ഹൃദ്യമായ കൂടിക്കാഴ്ചകൾ വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് പാപ്പയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ ആദ്യ ദിനം പിന്നിട്ടു. സൈപ്രസിലെ ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പ് ക്രിസോസ്റ്റമോസ് രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയോടെയാണ് സൈപ്രസിലെ പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിന് തുടക്കമായത്. സൈപ്രസ് ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ സിനഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും രണ്ടാം ദിനത്തിലെ ചരിത്ര സംഭവമായിരുന്നു. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും പൂർണ്ണ ഐക്യത്തിലേക്കുള്ള യാത്ര തുടരണം എന്നാണ് തന്റെ ആഗ്രഹമെന്ന് പാപ്പ പറഞ്ഞു. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും പങ്കുവയ്ക്കുന്ന പൊതുവായ അപ്പസ്തോലിക ഉത്ഭവമാണ് സൈപ്രസിലെത്തുമ്പോൾ തന്റെ മനസ്സിലേക്ക് കടന്നുവരുന്നതെന്ന് സിപ്രിയോട്ട് ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ സിനഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പാപ്പ പറഞ്ഞു. വിശുദ്ധ പൗലോസ്ലീഹ സൈപ്രസിലേക്കും റോമിലേക്കും നടത്തിയ സുവിശേഷ യാത്രയും പാപ്പ സ്മരിച്ചു. നാം ഒരേ അപ്പസ്തോലിക തീക്ഷ്ണതയുടെ പിന്തുടർച്ച അവകാശികളാണെന്ന് ഓർത്തഡോക്സ് ബിഷപ്പുമാരോട് പാപ്പ പറഞ്ഞു. സുവിശേഷമാണ് നമ്മെ തന്നെ ബന്ധിപ്പിക്കുന്ന പാതയെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. സൈപ്രസിലെ ഓർത്തഡോക്സ് സഭയുടെ ആർച്ച് ബിഷപ്പ് ക്രിസോസ്റ്റമോസ് രണ്ടാമനുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പാപ്പ സിനഡിനെ അഭിസംബോധന ചെയ്തത്. Grazie caro fratello per le sue parole, per l'apertura del cuore. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകളിലും ബെനഡിക്ട് 16 പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകളിലും സൈപ്രസ് സഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആർച്ച് ബിഷപ്പ് ക്രിസോസ്റ്റമോസ് രണ്ടാമനായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച സെന്റ് ജോൺ ദി തിയോളജിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വെച്ചായിരുന്നു ഓർത്തഡോക്സ് ബിഷപ്പുമാരും പാപ്പയുമായുള്ള ചരിത്രപരമായ കൂടിക്കാഴ്ച നടന്നത്. താഴ്മയോടും ബഹുമാനത്തോടും കൂടി കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും പരസ്പരം കൂടുതൽ അടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പാപ്പ പറഞ്ഞു. നിക്കോസിയയിലെ GSP സ്റ്റേഡിയത്തിൽ നടന്ന ദിവ്യബലി അർപ്പണമായിരുന്നു സൈപ്രസ് സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിലെ മറ്റൊരു പ്രധാന കാര്യപരിപാടി. സ്റ്റേഡിയം നിറഞ്ഞു കവിയുമാറ് നിരവധി വിശ്വാസികളാണ് പാപ്പയുടെ ദിവ്യബലി അർപ്പണത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ തിരുനാളിനോടനുബന്ധിച്ചായിരുന്നു പാപ്പ ദിവ്യബലി അർപ്പിച്ചത്. ലെബനോനിൽ നിന്ന് സൈപ്രസിലെത്തിയ നിരവധി അഭയാർത്ഥികളും തങ്ങളുടെ രാജ്യത്തിന്റെ പതാകകളേന്തി ദിവ്യബലി അർപ്പണത്തിൽ സംബന്ധിക്കുവാൻ എത്തിയിരുന്നു. സൈപ്രസിലെ ലാറ്റിൻ റീത്തിലെ ക്രൈസ്തവ വിശ്വാസി സമൂഹത്തിന്റെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പിയർ ബാറ്റിസ്റ്റ പിസബെല ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു. Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus. Amen. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സൈപ്രസിലെ ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പ് ക്രിസോസ്റ്റമോസ് രണ്ടാമൻ സമ്മാനിച്ച മാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ അല്പസമയം പ്രാർത്ഥിച്ച ശേഷമാണ് പാപ്പ വേദി വിട്ടത്. എല്ലാ മനുഷ്യരും സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന സമാധാനപൂരിതമായ ലോകത്തെപ്പറ്റിയുള്ള സ്വപ്നം ഫ്രാൻസിസ് പാപ്പ പങ്കുവച്ചു. സൈപ്രസിലെ തന്റെ അവസാന പൊതുപരിപാടിയായിരുന്ന കുടിയേറ്റക്കാർക്കൊപ്പമുള്ള എക്യുമെനിയൽ പ്രാർത്ഥനാ വേദിയിലായിരുന്നു പാപ്പ ഹൃദയം തുറന്നത്. പഞ്ചദിന അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ആദ്യ 2 ദിനങ്ങളിൽ സൈപ്രസിൽ നടത്തിയ നിർണായക ചുവടുവയ്പ്പുകൾക്ക് ശേഷം പാപ്പ ഗ്രീസിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. നിക്കോസിയയിലെ ഹോളി ക്രോസ് ദേവാലയത്തിൽ കുടിയേറ്റക്കാർക്കൊപ്പം ചെലവഴിച്ച സൈപ്രസിലെ അവസാന നിമിഷങ്ങൾ പാപ്പയുടെ പിതൃവാത്സല്യത്തിന്റെയും കരുതലിന്റെയും പ്രകടന വേദിയായി പരിണമിക്കുകയായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 4 കുടിയേറ്റക്കാരുടെ മുറിവുകളുടെയും കഷ്ടപ്പാടുകളുടെയും സ്വപ്നങ്ങളുടെയും ജീവിതകഥ ശ്രവിച്ച പാപ്പ, നിങ്ങൾ അന്യരോ പരദേശികളോ അല്ലെന്നും ദൈവഭവനത്തിലെ അംഗങ്ങളാണ് എന്നുമുള്ള വിശുദ്ധ ലിഖിതങ്ങൾ വിശദീകരിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും
എല്ലാവരും ദൈവമക്കൾ എന്ന നിലയിൽ സഹോദരീ സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ലോകത്തെപ്പറ്റിയുള്ള തന്റെ സ്വപ്നം അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ഓരോ മനുഷ്യന്റെയും അന്തസ്സിനെ പറ്റിയുള്ള അവബോധവും ദൈവപിതാവിലുള്ള വിശ്വാസവും സൈപ്രസിനെ സാഹോദര്യത്തിന്റെ ഒരു പണിശാലയാക്കി മാറ്റട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. സമാപന ആശീർവാദത്തിനു ശേഷം സൈപ്രസിന്റെ മധ്യസ്ഥ വിശുദ്ധനായ വിശുദ്ധ ബാർണബാസിന്റെ ഒരു ചിത്രം പാപ്പയ്ക്ക് സമ്മാനിക്കുകയുണ്ടായി. ശേഷം കുടിയേറ്റക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയ പാപ്പ അവരുടെ ജപമാലകളും ഭക്തവസ്തുക്കളും ആശീർവദിക്കുകയും ചെയ്തു. അതേസമയം ദേവാലയത്തിന് പുറത്ത് പാപ്പയെ നേരിട്ട് കാണാൻ കുടിയേറ്റക്കാരുടെ ഒരു വലിയ ഗണം തടിച്ചുകൂടിയിരുന്നു. സൈപ്രസിൽ നിന്നും 50 കുടിയേറ്റക്കാരെ ഇറ്റലിയിലേക്ക് പാപ്പ മാറ്റി പാർപ്പിക്കുമെന്ന് സൈപ്രസ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. 2 ദിനത്തെ തിരക്കേറിയ കാര്യപരിപാടികളിലൂടെ സൈപ്രസിലെ ന്യൂനപക്ഷ കത്തോലിക്ക സമൂഹത്തിനും ഭൂരിപക്ഷ ഓർത്തഡോക്സ് സമൂഹത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ഒപ്പം കുടിയേറ്റക്കാരടങ്ങുന്ന സാധാരണ ജനങ്ങൾക്കും അവിസ്മരണീയ ഓർമ്മകൾ സമ്മാനിച്ച പാപ്പ ഗ്രീസിലേക്ക് യാത്ര തിരിക്കാനായി അപ്പസ്തോലിക പര്യടനത്തിന്റെ 3-ാം ദിനം രാവിലെ തന്നെ ലർനാക്ക വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. പാപ്പയ്ക്ക് യാത്രാമംഗളങ്ങൾ നേരാൻ പ്രസിഡന്റ് നിക്കോസ് അനസ്താസിയറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രതിനിധികളും കർദിനാൾമാരുടെ നേതൃത്വത്തിലുള്ള സഭാ പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. വിശ്വാസത്തിൽ നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാമെന്ന സൈപ്രസ് സന്ദർശനത്തിന്റെ പ്രമേയം അന്വർത്ഥമാക്കിക്കൊണ്ട് ചരിത്രം കുറിച്ച പാപ്പയുടെ ദ്വിദിന സൈപ്രസ് സന്ദർശനത്തിന് അങ്ങനെ ശുഭസമാപ്തിയായി. രണ്ടു ദിവസത്തെ സുപ്രധാന പരിപാടികൾക്കും കൂടിക്കാഴ്ചകൾക്കും ശേഷമാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ 35ാമത് അപ്പസ്തോലിക സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിച്ച് ഡിസംബർ 4-ന് ഗ്രീസിലെ ഏതൻസിൽ എത്തിച്ചേർന്നത്. 3 ദിവസം നീളുന്നതായിരുന്നു പാപ്പയുടെ ഗ്രീസ് പര്യടനം. 2016-ലായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഗ്രീസിൽ ഒടുവിൽ അപ്പസ്തോലിക സന്ദർശനം നടത്തിയത്. ഗ്രീസിലേക്കുള്ള 2ാം അപ്പസ്തോലിക സന്ദർശനത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ഏതൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം 11:10-ന് എത്തിച്ചേർന്ന പാപ്പയ്ക്ക് ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചത്. ഗ്രീക്ക് വിദേശകാര്യമന്ത്രി നിക്കോസ് ഡെൻഡിയാസ് പാപ്പയ്ക്ക് സ്വാഗതമരുളി. ഗ്രീക്ക് പരമ്പരാഗത വസ്ത്രങ്ങളണിഞ്ഞ കുഞ്ഞുങ്ങൾ പൂച്ചെണ്ടുകൾ നൽകി പാപ്പയെ വരവേറ്റു. വിമാനത്താവളത്തിലെ ഹൃദ്യമായ വരവേൽപ്പിനു ശേഷം ഏതൻസിലെ പ്രസിഡൻഷ്യൽ പാലസിൽ എത്തിച്ചേർന്ന പാപ്പയെ ഗ്രീക്ക് പ്രസിഡന്റ് കാതറീന സെക്കലറോപൗലോ സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രി കിറിയാക്കോസ് മിത്സോടാക്കിസുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പാപ്പ അഭിസംബോധന ചെയ്തു. യൂറോപ്പിന്റെയും ലോകം മുഴുവന്റെയും ചരിത്ര പുരോഗതിയിൽ അഭേദ്യ ഘടകവും ഗ്രീക്ക് നാഗരികതയുടെ തൊട്ടിൽ എന്നറിയപ്പെടുന്നതുമായ ഏതൻസിന്റെ പൗരാണിക പ്രാധാന്യം പാപ്പ അനുസ്മരിച്ചു. ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ദൈവിക ജ്ഞാനത്തിന്റെ ഉറവിടങ്ങളായ സുവിശേഷങ്ങളുടെ പ്രസക്തിയും പാപ്പ പങ്കുവച്ചു. Non si può tuttavia che constatare con preoccupazione come oggi ജനാധിപത്യത്തിന്റെയും പൗരാവകാശങ്ങളുടെയും സങ്കല്പങ്ങൾ ഏതൻസിലാണ് ആദ്യമായി ഉടലെടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ സൃഷ്ടികളുടെ പരിചരണത്തിലേക്കും പ്രകൃതി സംരക്ഷണത്തിലേക്കും കാലാവസ്ഥ വ്യതിയാനങ്ങളിലേക്കും വെളിച്ചം വീശി. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഗ്രീക്കുകാരനായിരുന്ന ഹിപ്പോക്രറ്റ്സിന്റെ സത്യപ്രതിജ്ഞയിലെ എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ട പരിചരണവും ചികിത്സയും എന്ന ഭാഗം ഉദ്ധരിച്ച പാപ്പ ജനിക്കാനിരിക്കുന്ന ശിശുക്കളുടെയും വയോധികരുടെയും ജീവിക്കാനുള്ള അവകാശങ്ങൾ അടിവരയിട്ട് ചൂണ്ടിക്കാട്ടി. ജീവിക്കാനാണ് മനുഷ്യന് അവകാശമുള്ളതെന്നും മരണത്തെ അതിന്റെ നിശ്ചിത സമയത്ത് സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും പാപ്പ വ്യക്തമാക്കി.
സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ശേഷം സമ്മാനങ്ങൾ കൈമാറിയതോടെ പാപ്പ പ്രസിഡൻഷ്യൽ പാലസിൽ നിന്നും യാത്ര തിരിച്ചു. ഗ്രീസിലെ ഓർത്തഡോക്സ് കത്തോലിക്ക ക്രൈസ്തവരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തിയും സാന്ത്വനപ്പെടുത്തിയും ജനതകൾക്കൊപ്പം പരിശുദ്ധ പിതാവ് മുന്നേറുന്ന കാഴ്ചയായിരുന്നു ഗ്രീസിലെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ ദൃശ്യമായത്. ഗ്രീസിലെ വിവിധ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും വിശ്വാസികളെയും അഭിസംബോധന ചെയ്ത പാപ്പ ഓർത്തഡോക്സ് കത്തോലിക്ക സമൂഹങ്ങൾക്കിടയിൽ ഉടലെടുത്ത വിഭാഗീയതയിൽ കത്തോലിക്കരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളെ പ്രതി ദൈവത്തോടും സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നതായും പ്രഖ്യാപിച്ചു. ഏതൻസിലെ ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പിനരികിൽ എത്തിച്ചേർന്ന പാപ്പയ്ക്ക് ഏതൻസിന്റെയും മുഴുവൻ ഗ്രീസിന്റെയും ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഐറോണിമോസ് രണ്ടാമൻ സ്വാഗതമരളി. തുടർന്ന് ത്രോൺ റൂമിൽ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇരുവരും പൊതു കൂടിക്കാഴ്ചയ്ക്കായി ആഗതരായി. കുടിയേറ്റ പ്രതിസന്ധിയിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും പാപ്പ സ്വീകരിക്കുന്ന ക്രിയാത്മക നടപടികളെ അഭിനന്ദിച്ച ഐറോണിമോസ് രണ്ടാമൻ ആർച്ച് ബിഷപ്പ് ഓർത്തഡോക്സ് കത്തോലിക്ക ക്രൈസ്തവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുവാനുള്ള തന്റെ ആഗ്രഹവും അറിയിച്ചു. ഏതൻസിലെ അരയോപാഗസിൽ വെച്ച് വിശുദ്ധ പൗലോസ് സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിന്റെ ഒരു ചിത്രം ആർച്ച് ബിഷപ്പ് പാപ്പയ്ക്ക് സമ്മാനിച്ചു. ഓർത്തഡോക്സ് കത്തോലിക്ക സമൂഹങ്ങൾക്കിടയിൽ ഉടലെടുത്ത വിഭാഗീയതയിൽ കത്തോലിക്കരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ പ്രതി ദൈവത്തോടും സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നതായി പ്രഖ്യാപിച്ച ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവരെന്ന നിലയിലുള്ള തങ്ങളുടെ പൊതുവേരുകൾ കൂടുതൽ ഫലമുളവാക്കട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ആർച്ച് ബിഷപ്പ് ഐറോണിമോസ് രണ്ടാമന് വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ച കോഡെക്സ് പൗലി എന്ന പ്രസിദ്ധീകരണം സമ്മാനിച്ച ശേഷം വിവിധ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പ്രതിനിധികളെ പാപ്പ അഭിവാദ്യം ചെയ്തു. സഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും പ്രകടന വേദിയായി മാറിയ ഹൃദ്യമായ ഓർത്തഡോക്സ് സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാപ്പ ഏതൻസിലെ സെന്റ് ഡയോണീഷ്യസ് കത്തീഡ്രലിൽ വെച്ച് രാജ്യത്തെ കത്തോലിക്ക സഭ പ്രതിനിധികളെ അഭിസംബോധന ചെയ്തു. ഏതൻസിന്റെ ആദ്യ ബിഷപ്പായ വിശുദ്ധ ഡയോണീഷ്യസിനെ ജ്ഞാനസ്നാനപ്പെടുത്തിയ വിശുദ്ധ പൗലോസിനെ മാതൃകയാക്കാൻ പാപ്പ ആഹ്വാനം നൽകി. അനിശ്ചിതത്വങ്ങളുടെയും അപ്രതീക്ഷിത പ്രതിസന്ധികളുടെയും നടുവിൽ വിശുദ്ധ പൗലോസിനെ പോലെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് ചേർന്ന വിധം ധൈര്യത്തോടെ മുന്നേറണമെന്നും പാപ്പ പറഞ്ഞു. രാജ്യത്തെ 11 ദശലക്ഷം വരുന്ന ജനസംഖ്യയുടെ 1% മാത്രമുള്ള കത്തോലിക്കർ തങ്ങളുടെ ന്യൂനപക്ഷ പ്രാതിനിധ്യത്തിന്റെ പ്രസക്തി കുറച്ച് കാണരുതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. കത്തോലിക്കരെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കുവയ്ക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പാപ്പ ശ്രദ്ധാപൂർവം ശ്രവിച്ചു. വിശ്വാസത്തിന്റെ ഗവേഷണശാലയായി പരിണമിച്ച് സജീവ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഗ്രീസിലെ സഭയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ച് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിച്ചു. ഗ്രീസ് പര്യടനത്തിലെ 2ാം ദിനത്തിൽ കുടിയേറ്റക്കാരുടെ ഹൃദയവികാരങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു ലെസ്ബോസ് ദ്വീപിലെത്തിയ ഫ്രാൻസിസ് പാപ്പ. കുടിയേറ്റക്കാർക്കൊപ്പം പങ്കിട്ട സുപ്രധാന നിമിഷങ്ങൾക്കു ശേഷം ഏതൻസിലെ കത്തോലിക്ക സമൂഹത്തോടൊപ്പം ദിവ്യബലി അർപ്പിച്ചതോടെ പാപ്പയുടെ ഗ്രീസിലെ 2ാം ദിനത്തിന് പരിസമാപ്തിയായി. യൂറോപ്പിലേക്ക് കുടിയേറുന്ന കുടിയേറ്റക്കാരുടെ ഇടത്താവളമായ ലെസ്ബോസിലെ അഭയാർത്ഥി ക്യാമ്പിൽ പാപ്പയെ കാത്തിരുന്നത് പേപ്പൽപരമായ ഔദ്യോഗിക സ്വീകരണ മുറകളേക്കാൾ ഉപരി പിതൃസവിധത്തിലുള്ള മക്കളുടെ സ്വാതന്ത്ര്യത്തോടെയുള്ള പങ്കുവയ്ക്കലുകളും ആഹ്ലാദ പ്രകടനങ്ങളുമായിരുന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ കാണുവാനും നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുവാനുമാണ് എന്ന് പറഞ്ഞ പാപ്പയെ ആലിംഗനം ചെയ്തും പൂക്കൾ നൽകിയും ഗാനാലാപനത്തോടെയും കുടിയേറ്റക്കാർ തങ്ങളുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്തു. കുടിയേറ്റക്കാർക്കൊപ്പം കൈകൾ കോർത്തും കുഞ്ഞുങ്ങളെ ലാളിച്ചും സുസ്മേരവദനായി അവരെ ചേർത്തുപിടിച്ചും അവരുടെ അനുഭവങ്ങൾ ശ്രവിച്ചും സമയം ചെലവഴിച്ച പാപ്പ കുടിയേറ്റക്കാർക്കായി അന്താരാഷ്ട്ര തലത്തിൽ ക്രിയാത്മക നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കുടിയേറ്റം ലോകം മുഴുവന്റെയും വിഷയമാണെന്നും കോവിഡ് മഹാമാരിയിലും കാലാവസ്ഥാ വ്യതിയാനത്തിലും എന്ന പോലെ അന്താരാഷ്ട്ര പരിഗണന പ്രസ്തുത വിഷയത്തിൽ ആവശ്യമാണെന്നും പാപ്പ പറഞ്ഞു.
വിവിധ സാംസ്കാരികതകളുടെ തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മെഡിറ്ററേനിയൻ ഇന്ന് മരണം പ്രതിബിംബിക്കുന്ന കണ്ണാടിയായി മാറിക്കൊണ്ടിരിക്കുന്നതിൽ പാപ്പ ആശങ്ക പ്രകടിപ്പിച്ചു. മതിലുകളുടെയും മുള്ളുവേലികളുടെയും കാലമായി പരിണമിക്കുന്ന ഇന്നിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക തകർച്ചയെ അതിജീവിക്കാൻ വേരുകളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. കുടിയേറ്റക്കാരുടെ മനസ്സറിഞ്ഞ് അവരിൽ ഒരുവനായി ചെലവഴിച്ച വൈകാരിക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാപ്പ ഏതൻസിലെ മെഗാറോൺ കൺസേർട്ട് ഹാളിൽ കത്തോലിക്ക സമൂഹത്തോടൊപ്പം ദിവ്യബലി അർപ്പിക്കാൻ ആഗതനായി. മരുഭൂമിയിൽ നിന്നും മാനസാന്തരത്തിനുള്ള ആഹ്വാനവുമായി കടന്നുവന്ന സ്നാപക യോഹന്നാനെ പറ്റിയുള്ള വചനഭാഗം അടിസ്ഥാനമാക്കി പാപ്പ സന്ദേശം നൽകി. ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളുടെ ശൂന്യതയിൽ കർത്താവിന് ഇടം നൽകുമ്പോൾ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുമെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. മരുഭൂമികളെ നീരുറവകളാക്കുന്ന കർത്താവിന് നമ്മുടെ ഭയങ്ങൾ ഉന്മൂലനം ചെയ്യാനും മുറിവുകൾ ഉണക്കാനും സാധിക്കുമെന്ന് പറഞ്ഞ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിച്ചു. ഏതൻസ് ആർച്ച് ബിഷപ്പ് തിയോഡോറസ് കോൺട്രിറ്റിസ് പാപ്പയ്ക്ക് നന്ദി അറിയിക്കുകയും പാപ്പ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. ഇതോടെ ഗ്രീസ് പര്യടനത്തിന്റെ 2ാം ദിനം പൂർത്തിയായി. ഗ്രീസ് പര്യടനത്തിന്റെ 3ാം ദിനത്തിൽ യുവജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ഏക പൊതുപരിപാടി. ദൈവസ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുവാനും ദൈവദൃഷ്ടിയിലുള്ള തങ്ങളുടെ ശ്രേഷ്ഠത തിരിച്ചറിയാനും യുവജനങ്ങളോട് പാപ്പ ആഹ്വാനം നടത്തിയതുമെല്ലാം 35ാമത് അപ്പസ്തോലിക സന്ദർശനത്തിന്റെ അവസാന പരിപാടിയെ അവിസ്മരണീയമാക്കി. 3ാം ദിനത്തിന്റെ ഏക പരിപാടി ഏതൻസിലെ ഉർസലൻ സന്യാസിനികൾ നടത്തുന്ന സെയിന്റ് ഡയോനീഷ്യസ് സ്കൂളിൽ യുവജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. പരമ്പരാഗത വസ്ത്രങ്ങളിലും രീതികളിലും കുഞ്ഞുങ്ങൾ പാപ്പയ്ക്ക് ഊഷ്മള സ്വീകരണമായിരുന്നു ഒരുക്കിയിരുന്നത്. യുവജനങ്ങളുടെ ജീവിത അനുഭവങ്ങൾ ശ്രവിച്ച പാപ്പ ദൈവസ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുവാനും ദൈവദൃഷ്ടിയിലുള്ള തങ്ങളുടെ ശ്രേഷ്ഠത തിരിച്ചറിയാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ദൈവവുമായുള്ള ബന്ധത്തിലും അവിടുത്തെ ക്ഷമയിലും സൗന്ദര്യം കണ്ടെത്തുകയാണ് ക്രൈസ്തവ യുവാക്കളുടെ മുഖമുദ്രയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഗ്രീസ് സന്ദർശനത്തിലുടനീളം തനിക്ക് ലഭിച്ച സ്നേഹസ്വീകരണങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു. തന്റെ അപ്പസ്തോലിക സന്ദർശനത്തിന് വിരാമം കുറിച്ച് റോമിലേക്കുള്ള മടക്കയാത്രയ്ക്കായി ഏതൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പാപ്പയ്ക്ക് യാത്രാമംഗളങ്ങൾ നേരാൻ ഗ്രീക്ക് വിദേശകാര്യമന്ത്രി നിക്കോലാവോസ് കോട്സിയാസ് അടങ്ങുന്ന രാഷ്ട്രീയ പ്രതിനിധികളും സഭാ നേതൃത്വവും സന്നിഹിതരായിരുന്നു. സൈപ്രസ്, ഗ്രീസ് രാജ്യങ്ങളിലൂടെയുള്ള 5 ദിന 35ാമത് അപ്പസ്തോലിക സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ പാപ്പ വത്തിക്കാനിലേക്കുള്ള വിമാനയാത്ര ആരംഭിച്ചു. പ്രാദേശിക സമയം 12:50 റോമിലെ വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ മരിയ മേജോറെ ബസിലിക്കയിലെത്തി പരിശുദ്ധയമ്മയ്ക്ക് കൃതജ്ഞതയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇതിനുശേഷമാണ് പേപ്പൽ വസതിയിലേക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മടങ്ങിയത്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ക്രിസ്തുവിന്റെ സുവിശേഷം നട്ടുനനച്ച സൈപ്രസിന്റെ മണ്ണിൽ തീർത്ഥാടകനായി എത്തിയ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിക്ക് സ്നേഹോഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലന്റെ പാദസ്പർശനമേറ്റ മണ്ണിൽ ഇദം പ്രഥമമായി എത്തിച്ചേർന്ന ഫ്രാൻസിസ് പാപ്പ പുതിയ ചരിത്രം കുറിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ഗ്രീസ് സന്ദർശനവും ആഗോള കത്തോലിക്ക സഭയുടെ പ്രൗഢോജ്വലമായ ഇടയ ദൗത്യ നിർവഹണത്തിന്റെ സുവർണ ഏടുകളിൽ ചേർക്കപ്പെട്ടു. ഒരവസരത്തിൽ വേർപെട്ടു തുടങ്ങിയ ക്രൈസ്തവ സഭ ഐക്യത്തെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യനായ ഫ്രാൻസിസ് പാപ്പയുടെ ഇടയ സന്ദർശനത്തിലൂടെ സവിശേഷമാമിതം വിളക്കി ചേർത്തതുമെല്ലാം പ്രശംസയർഹിക്കുന്നതുമായി മാറി.
കാലമെത്ര കടന്നുപോയാലും പരിശുദ്ധ പിതാവിന്റെ അപ്പസ്തോലിക സന്ദർശനത്തിന് രാജ്യാന്തര തലത്തിൽ പ്രസക്തിയേറുമെന്നത് ഉറപ്പാണ്. വരാനിരിക്കുന്ന ഭാരത സന്ദർശനവും വിജയകരമായി പൂർത്തിയാകുവാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനവുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു.